ട്രെൻഡ് അറിഞ്ഞ് പഠിക്കണം. PSCയുടെ പൾസ് അറിഞ്ഞ് തന്നെ നിങ്ങളുടെ പഠനം ക്രമീകരിക്കണം. അപ്പോഴാണ് പരീക്ഷ എത്ര ഡിഫിക്കൽട്ട് ആയാലും നിങ്ങൾക്ക് അതിൽ ടോപ്പ് റാങ്ക് അടിക്കാൻ സാധിക്കുന്നത്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ ഒരു സംഭവം. നമുക്കറിയാം, കേരളത്തിൽ ചീഫ് മിനിസ്റ്ററും ഗവർണറും തമ്മിൽ പല ക്ലാഷുകളും നടക്കുന്നുണ്ട്. അവർക്കിടയിൽ ഭയങ്കര പോരാട്ടം നടക്കുന്നുണ്ടെന്നാണ് മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. ഡെയിലി ന്യൂസിൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാം ഈ വിഷയത്തിന്റെ ട്രോളുകൾ മാത്രം കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു മേഖലയിൽ നിന്ന് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ക്ലാഷ്, അതിൽ നിന്ന് എത്ര റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണെന്ന് അറിയോ PSC ചോദിച്ചിട്ടുള്ളത്? ഇനി ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാനും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഈ വിഷയത്തിൽ നിന്ന് ഇതുവരെ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ഇനി ചോദിക്കാൻ സാധ്യതയുള്ള റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഡിഗ്രി ലെവൽ ആണെങ്കിലും 10th ലെവൽ ആണെങ്കിലും കുറച്ച് ആഴത്തിൽ ഇറങ്ങി പഠിച്ചെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ PSC പരീക്ഷയിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇന്നത്തെ ക്ലാസ് നോട്ട്സ്, ധാരാളം കണ്ടന്റുകൾ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്നും അതെല്ലാം ഡൗൺലോഡ് ചെയ്ത് മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കുക. ഓക്കെ, ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. അല്ലെങ്കിൽ അനുദീപ് വ്ലോഗ്സ് എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താലും മതി. നമ്മുടെ അഫോർഡബിൾ കോഴ്സസും ഇത്തരത്തിലുള്ള ഫ്രീ കണ്ടന്റും എല്ലാം നിങ്ങൾക്ക് അവിടെ ധാരാളം കിട്ടുന്നതായിരിക്കും. ഡെയിലി അവിടെ തരുന്ന മോക്ക് ടെസ്റ്റും കൂടെ, ഫ്രീ മോക്ക് ടെസ്റ്റും കൂടെ അറ്റൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളുടെ പഠനം സെറ്റ് ആവും. ഓക്കെ, അപ്പോ ഒന്നാമതായി എനിക്ക് പറയാനുള്ള കാര്യം, കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിലൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയായിരുന്നു അല്ലെ, ചീഫ് മിനിസ്റ്റർ ഗവർണർ ഉദ്യോഗസ്ഥരെ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തുന്നു. ഉദാഹരണത്തിന് ഒരു വലിയൊരു കോൺട്രവേഴ്സി നടന്നത്. ഇത് പൊളിറ്റിക്കലായിട്ട് ഈ ക്ലാസ്സിന് ആരും കാണരുത്. അങ്ങനെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കമന്റുകൾ ഇതിൽ അനുവദിക്കുന്നതല്ല. PSCയിൽ അല്ലെങ്കിൽ UPSCയിൽ നിങ്ങൾക്ക് റാങ്ക് നേടിത്തരാൻ സഹായിക്കുന്ന ഫാക്ടുകൾ നിങ്ങൾ കമന്റ് ചെയ്യുക, അത് കുഴപ്പമില്ല. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഒരിക്കലും പൊളിറ്റിക്കൽ ആയിട്ട് ഈ വീഡിയോയിലുള്ള കാര്യങ്ങളെ നിങ്ങൾ സമീപിക്കരുത്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു അവർ ക്ലാസ്. അതായത് ഒരു വലിയൊരു കോൺട്രവേഴ്സി ഇപ്പൊ നടന്നപ്പം ഗവർണർ ചീഫ് സെക്രട്ടറി എടുത്തും DGP എടുത്ത് രാജ്ഭവനിലോട്ട് വരാൻ പറഞ്ഞു അല്ലെ. ഗവൺമെന്റ് അത് സമ്മതിച്ചില്ല, അവരെ വിട്ടില്ല. പിന്നെ ഗവർണർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ മറ്റ് മന്ത്രിമാർ മാത്രം വന്നാൽ മതി, ഉദ്യോഗസ്ഥരെ വരണ്ട. ഇതിന്റെയൊക്കെ ഭരണഘടനാ പശ്ചാത്തലം എന്താണ്? ഇവിടെ നിന്നാണ് PSC ചോദിക്കാൻ പോകുന്നത്. ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ തൊട്ടതായി ഡിസ്കസ് ചെയ്യും കേട്ടോ. അതായത് ആർട്ടിക്കിൾ 167 ഇനി വരാൻ പോകുന്ന ഒരു ആർട്ടിക്കിൾ ആണ്, കൃത്യമായും പഠിച്ചു വെച്ചോ. ഈ ആർട്ടിക്കിൾ പ്രകാരം ഗവർണർക്ക് മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ മറ്റ് മന്ത്രിമാരെയോ രാജ്ഭവനിൽ വിളിച്ചു വരുത്തി വിശദീകരണം ചോദിക്കാം, അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങൾ കൊടുക്കാം. അതിനൊക്കെയുള്ള അധികാരം ഗവർണർക്കുണ്ട്. പക്ഷേ ഭരണഘടനയിൽ എവിടെയും പറയുന്നില്ല ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തുന്നത്. DGPS ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്താന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ചീഫ് സെക്രട്ടറിയെയും DGPയെ വിളിച്ചു വരുത്താനുള്ള പൂർണ്ണമായ അധികാരം ഗവർണർക്ക് ഇല്ലെങ്കിൽ പോലും മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും ഈ കോണ്ടെക്സ്റ്റിൽ ഗവർണർക്ക് രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ വിശദീകരണം ചോദിക്കുകയോ ചെയ്യാൻ അവർക്ക് കൊടുക്കാൻ ബാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് ഈ ആർട്ടിക്കിൾ ഇപ്പോൾ ന്യൂസിൽ കത്തി നിൽക്കുന്നത്. ഇതിനി PSC പരീക്ഷയിൽ റാങ്ക് മേക്കിംഗ് ആയിട്ട് വരാൻ പോകുന്ന ഒരു സംഭവമാണ്. കാര്യം ഈ ഒരു ക്ലാഷ് ഉള്ളതുകൊണ്ട്. ഇതിന്റെ വളരെ വിശാലമായിട്ടുള്ള നോട്ട്സ് ഞാൻ അവിടെ കൊടുത്ത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇവിടെ നിന്ന് ഇതിന് മുമ്പ് വന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? അതിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് മറ്റൊരു ചോദ്യം കൂടെ പരിചയപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാം. അതായത് ഗവർണർ, മുഖ്യമന്ത്രി ഇടയ്ക്ക് വെച്ചൊരു പ്രസ്താവന നടത്തുന്നത്, അത്ര ധൈര്യമാണെങ്കിൽ ഗവർണർ നിയമസഭ പിരിച്ചുവിടട്ടെ എന്നൊക്കെ പറഞ്ഞ പ്രസ്താവന നടത്തിയിരുന്നു അല്ലെ. അപ്പോ നിയമസഭ പിരിച്ചുവിടാൻ ഗവർണറിനെ പ്രാപ്തനാക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാ? ഇപ്പം തന്നെ പഠിച്ച ആർട്ടിക്കിൾ 174 174 അല്ലെ. 1ഉം 7ഉം രണ്ടിടത്തും ഉണ്ട്, തിരിഞ്ഞു പോകരുത്. 174 അണ്ടറിലാണ് ഗവർണർ എന്ത് ചെയ്യാം? നിയമസഭ വിളിച്ചു വരുത്താം, നിയമസഭയെ പിരിച്ചും വിടാം. ഇതാണ് ആർട്ടിക്കിൾ 174 അണ്ടറിൽ ഗവർണർക്കുള്ള അവകാശങ്ങൾ. ഇത് മാത്രമല്ല, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളെ കാണിക്കാം. അത് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചോദ്യമൊക്കെ ഈ കോൺട്രവേഴ്സിയിൽ വന്നതാണോ എന്നുള്ളത്. അതെ, ഈ കോൺട്രവേഴ്സിൽ തന്നെ വന്നതാണ്. സോ ഇത്തരത്തിൽ ഏറ്റവും റീസെന്റ് ആയി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് ഞങ്ങൾ അഫോർഡബിൾ ബാച്ചസിലേക്ക് വരാം. ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷയ്ക്ക് നമ്മൾ കുറച്ച് ആഴത്തിൽ ഇറങ്ങി പഠിക്കണം. അവിടെ സിവിൽ സർവീസിലെയും കേരള PSCയിലെയും വിദഗ്ധരായ അധ്യാപകർ തന്നെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കും. പിന്നെ ഇത്തരത്തിൽ എല്ലാ വിഷയങ്ങളിലും എന്റെ സ്പെഷ്യൽ ക്ലാസ്സസ് ഉണ്ടാവും, എലിമിനേഷൻ ടെക്നിക്സിന്റെ ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവും. റിസർച്ച് ടീം ശരിക്കും അധ്വാനിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പുതിയ ട്രെൻഡ് PSCയുടെ പൾസ് അറിഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ റിസർച്ച് ടീമും അധ്യാപകരും എല്ലാവരും സെറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ടെസ്റ്റ് സീരീസ് നോക്കി ഞങ്ങൾ ധാരാളം ചോദ്യങ്ങൾ, റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന് റീസൺ അതാണ് ഞങ്ങൾ ക്ലാസ്സസ് ചെയ്യുന്നത്. സോ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കാണാം. ഞങ്ങൾ അത്ര ക്വാളിറ്റി ആണ് ഉറപ്പ് വരുന്നത്. കമന്റ് സെക്ഷനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കാണാം. അഡ്മിഷന്റെ പർപ്പസിനും ആ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക്
മറ്റൊരു ചോദ്യത്തിലേക്ക് പോയാലോ? കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ആണോ ആ സമയത്ത് നടന്നൊരു ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയിൽ വന്നൊരു ചോദ്യമാണ് ഡോക്ട്രൈൻ ഓഫ് റിപ്പഗ്നൻസി. ഇതും ചീഫ് മിനിസ്റ്ററും ഗവർണറും തമ്മിലുള്ള അടിയിൽ നിന്ന് വന്നതാണ്. എന്താണ് ഡോക്ട്രൈൻ ഓഫ് റിപ്പഗ്നൻസി? നമുക്കറിയാം, ഇടയ്ക്ക് വെച്ച് ഗവർണറിനെ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നൊരു അഭിപ്രായം സർക്കാരിന്റെ സൈഡിൽ നിന്ന് വന്നിരുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അത്തരത്തിൽ ഒരു നിയമം സംസ്ഥാനത്ത് സർക്കാർ നിർമ്മിക്കുകയാണെങ്കിൽ, അതായത് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റണമെങ്കിൽ നിയമം വേണമല്ലോ. അതിനെ കൗണ്ടർ ചെയ്യാൻ പാർലമെന്റ് നിയമം പണ്ടേ പാസ്സാക്കിയിട്ടുണ്ട്. UGC ആക്ടിന്റെ ഒക്കെ പല പ്രൊവിഷൻസും ഉണ്ട്. അതായത് ഒരു സബ്ജക്ട്, ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ കൺകറന്റ് സബ്ജക്ട് നമുക്കറിയാം, അല്ലെങ്കിൽ ഒരു വിഷയം, ആ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ നിയമം പാസ്സാക്കാന്നിരിക്കട്ടെ. അപ്പൊ ഏത് നിയമം പ്രിവെയിൽ ചെയ്യും? ഏത് നിയമമാണ് നിലനിൽക്കുന്നത്? കേന്ദ്ര സർക്കാരിന്റെ നിയമം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഗവർണർ പറഞ്ഞത് അങ്ങനൊന്നും എന്നെ മാറ്റാൻ ഒക്കത്തില്ല, സംസ്ഥാന സർക്കാർ ഏത് നിയമം പാസ്സാക്കിയാലും ഈ പറഞ്ഞ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാൻ പറ്റില്ല എന്നുള്ള സിസ്റ്റം വന്നത് അതുകൊണ്ടാണ്. അതാണ് ആർട്ടിക്കിൾ 254 പറയുന്നത് ഡോക്ട്രൈൻ ഓഫ് റിപ്പഗ്നൻസി. സെൻട്രൽ ലോ വേഴ്സസ് സ്റ്റേറ്റ് ലോ. ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ മിക്കവാറും കൺകറന്റ് ലിസ്റ്റിലെ സബ്ജക്റ്റ് ആയിരിക്കും. ഒരു ക്ലാഷ് വന്നു കഴിഞ്ഞാൽ സെൻട്രൽ ലോ ആയിരിക്കും പ്രിവെയിൽ ചെയ്യുക. അതുകൊണ്ട് ഇത് ഓൾറെഡി ചോദ്യം വന്നു കഴിഞ്ഞു. PSC ചോദിച്ചത് ഇവിടെ നിന്നാണ്. ഇത് ദ ഹിന്ദു എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ ഇത് പക്ക റിപ്പോർട്ട് ചെയ്തതാണ്. ഈ വാക്ക് സഹിതം ഫ്രണ്ട് പേജ് റിപ്പോർട്ട് ചെയ്തതാണ്. അത് തന്നെയാണ് PSC ചോദിച്ചത്. അപ്പോ ഇവിടെ ഇനി വരാൻ പോകുന്ന മറ്റൊരു പോയിന്റ് എന്താണെന്നറിയോ? റാങ്ക് മേക്കിംഗ് പോയിന്റ് എന്താണെന്നറിയോ? ആർട്ടിക്കിൾ 254 രണ്ടാമത്തെ പ്രൊവിഷൻ, ഡോക്ട്രിൻ ഓഫ് റിപ്പഗ്നൻസിയുടെ രണ്ടാമത്തെ പ്രൊവിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷനിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ചില സന്ദർഭത്തിൽ സെൻട്രൽ ലോയും സ്റ്റേറ്റ് ലോയും തമ്മിൽ ക്ലാഷ് വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലോ, സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ നിയമം തന്നെ നിലനിൽക്കും. 99% ഓഫ് ദ ടൈം കേന്ദ്ര ഗവൺമെന്റ് ആണ് പവർഫുൾ, അവരുടെ നിയമം നിലനിൽക്കുള്ളൂ. പക്ഷേ ചില സന്ദർഭത്തിൽ സംസ്ഥാന നിയമസഭയുടെ നിയമം നിലനിൽക്കും. അത് ഏത് കോണ്ടെക്സ്റ്റ് ആണെന്നറിയോ? സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ നിയമത്തിന് പ്രസിഡന്റിന്റെ അസെന്റ്, അല്ലെങ്കിൽ പ്രസിഡന്റ് അത് ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രസിഡന്റ് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ ഒരു സന്ദർഭത്തിൽ ക്ലാഷ് വന്നു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയുടെ നിയമമായിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ, സംസ്ഥാനത്തിന്റെ നിയമമായിരിക്കും നിലനിൽക്കുക. ഇങ്ങനെ ലൂപ്പ് ഹോൾ അതിനകത്തുണ്ട്. ഒറ്റ എക്സെപ്ഷനേ ഉള്ളൂ അവിടെ. അപ്പോ ആർട്ടിക്കിൾ 254 പഠിക്കുമ്പോൾ ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഇതും പഠിക്കണം. ഇപ്പൊ കുറച്ച് ആഴത്തിലിറങ്ങി പഠിച്ചോളൂ. കാര്യം നമ്മുടെ ചാനലിലൂടെ കട്ടയ്ക്ക് നിന്നാൽ മതി. നിങ്ങൾക്ക് PSC ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ട്രെൻഡും ഞങ്ങൾ പഠിപ്പിച്ചു തരും. അപ്പൊ ഇതാണ് കേൾക്കുമ്പോൾ വലിയ സംഭവം, ഡോക്ടർ റിപ്പഗ്നൻസി പറഞ്ഞു വരുമ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയ സംഭവമാണ്. ഈ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ പ്രശ്നം അതാ, കുട്ടികൾ ദൂരെ നോക്കി കാണുമ്പോഴത്തേക്ക് എന്തോ വലിയ സംഭവമായിട്ട് വന്നു, അടുക്കുമ്പോഴാണ് അറിയുന്നത് വലിയ കാര്യമൊന്നുമില്ലെന്ന്. ഊതി വീർപ്പിച്ചൊരു ബലൂണാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഡിഗ്രി ലെവൽ എക്സാംസ് ടോപ്പ് റാങ്കിലേക്ക് ഞാൻ എത്തിയതിന്റെ റീസൺ ഇത്തരത്തിൽ ട്രെൻഡ് അറിഞ്ഞ് പഠിച്ചതുകൊണ്ട് തന്നെയാണ്. അത്ര വലിയ സംഭവമൊന്നും അല്ല ഡിഗ്രി ലെവൽ എക്സാംസ്. PSC നമുക്ക് ഇതിന്റെ സൂചനകൾ കൃത്യമായി മനസ്സിലാക്കുക, പൾസ് അറിഞ്ഞ് പഠിക്കുക, അത് മതി. നമുക്ക് വളരെ ഈസി ആയിട്ട് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റും. ആത്മവിശ്വാസമാണ് നിങ്ങൾക്ക് അവിടെ വേണ്ടത്. അതുപോലെ തന്നെ PSC ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഡോക്ട്രൈൻ ഓഫ് പ്ലഷർ. അതും നേരത്തെ പറഞ്ഞ അതേ ഇഷ്യൂ വന്നിട്ടുള്ളതാണ്. ഇടയ്ക്ക് വെച്ച് ഗവർണർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് സംസ്ഥാന മുഖ്യമന്ത്രി ആണെങ്കിലും മറ്റു മന്ത്രിമാരാണെങ്കിലും എന്റെ പ്രീതി, എനിക്ക് വിചാരിച്ച് അവരെ പിരിച്ചുവിടാന്നുള്ള രീതിയിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. പ്രീതി, പ്ലഷർ, അവരെ ഭരിക്കുന്നത് എന്റെ പ്രീതിയുടെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ ഉള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിലെ വാചകം തന്നെയാണ്. ചീഫ് മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹോൾഡ് ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ഗവർണർ. കേന്ദ്രത്തിലാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹോൾഡ് ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് പ്രസിഡന്റ്. അതായത് അതിനർത്ഥം ഗവർണർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ചീഫ് മിനിസ്റ്ററിന് സംസ്ഥാനം ഭരിക്കാൻ പറ്റൂ എന്നാണോ? ചില ലിറ്ററൽ ട്രാൻസ്ലേഷൻ നോക്കുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഗവർണറുടെ ആ പ്രസ്താവന ശരിക്കും വിമർശനത്തിന് വിധേയമായിരുന്നു. അതായത് ഗവർണറുടെ പ്രീതി ഇല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററിന് ഭരിക്കാൻ പറ്റുന്ന പ്രസ്താവന വിമർശനത്തിന് വിധേയമായിരുന്നു. ബിക്കോസ് അവിടെ പ്രീതി, പ്ലഷർ എന്ന് പറയുന്നത്, ഈ വീഡിയോ കാണുന്ന കൂടുതൽ ആർക്കെങ്കിലും പ്രീതി എന്ന് പേരുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാട്ടോ. ഓക്കെ, സോ ആ പ്ലഷർ, പ്രീതി എന്ന് പറയുന്നത് പേഴ്സണൽ പ്ലഷർ അല്ല, വ്യക്തിപരമായിട്ടുള്ള പ്ലഷർ അല്ല. അത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്, അതിന്റെ അണ്ടറിലുള്ള പ്ലഷറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് PSC ചോദ്യം ചോദിച്ചത് ഡോക്ട്രൈൻ ഓഫ് പ്ലഷർ ഏത് ഭരണഘടനാ അനുച്ഛേദത്തിലാണ് പറയുന്നത് എന്നുള്ളത്. ആർട്ടിക്കിൾ 310 പറയുന്നുണ്ട്, 155 പറയുന്നുണ്ട്, 164 പറയുന്നുണ്ട്. 310 ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത്
ഈ സിവിൽ സർവൻസ്, അതായത് പട്ടാളം, ഡിഫൻസ് സർവീസ്, സിവിൽ സർവീസ്, ഓൾ ഇന്ത്യ സർവീസസ്, IAS, IPS, IFS, ഓൾ ഇന്ത്യ സർവീസസ്, ഇതിലെയൊക്കെ സംസ്ഥാനത്തിലും കേന്ദ്രത്തിലും ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രത്തിലാണെങ്കിൽ പ്രസിഡന്റിന്റെ പ്ലഷർ അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്, സംസ്ഥാനത്തിലാണെങ്കിൽ ഗവർണറുടെ പ്ലഷർ അനുസരിച്ചിട്ടാണ്. ഇതാണ് ആർട്ടിക്കിൾ 310 പറയുന്നത്. ശരി, അത് കൊളോക്കിയലായിട്ട് പറയുന്നതാണ് കേട്ടോ, ലിറ്ററൽ ട്രാൻസ്ലേഷൻ ഇങ്ങനെ അല്ല. പക്ഷെ PSCക്ക് മാർക്ക് കിട്ടാൻ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാലും മതി. ഇതിന്റെ റിയൽ ക്രക്സ്, ഇതിന്റെ കുറെ ടെക്നിക്കലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. ആ ടെക്നിക്കാലിറ്റി എല്ലാം പഠിച്ചു വെച്ചിട്ടല്ല നിങ്ങൾ പോയി മാർക്ക് വാങ്ങേണ്ടത്. നിങ്ങൾക്ക് മാർക്ക് കിട്ടണോ ഞാൻ പറഞ്ഞ ഇത്രയും കോണ്ടെക്സ്റ്റ് മതി, മനസ്സിലായല്ലേ? ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഇവിടുന്ന് ഏത് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. കാരണം നിങ്ങൾ സ്കോളർ ആവാനല്ല പഠിക്കുന്നത്, നിങ്ങൾ ഒരു ഉദ്യോഗസ്ഥനാവാൻ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആവാനായിരിക്കും നിങ്ങൾ പഠിക്കുക. അപ്പൊ അതിന് ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി 310 കാര്യം. അതുപോലെ ആർട്ടിക്കിൾ 185 പറയുന്നുണ്ട്, അതായത് ഗവർണറിനെ പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ആൻഡ് ഗവർണർ ഹോൾഡ്സ് ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ പ്ലഷറിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ഓഫീസ് ഹോൾഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്റർ ഓഫീസ് ഹോൾഡ് ചെയ്യുന്നത് ഗവർണറിന്റെ പ്ലഷറിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്, ചീഫ് മിനിസ്റ്ററിന്റെ കാലാവധി 5 വർഷം എന്ന് പറയുന്നത് തെറ്റാണ്. ചീഫ് മിനിസ്റ്ററിന് കൃത്യമായിട്ടുള്ള കാലാവധി ഇല്ല. ഹി ഹോൾഡ്സ് ഓഫീസ് ഡ്യൂറിംഗ് പ്ലഷർ ഓഫ് പ്രസിഡന്റ്. ഗവർണർ കേന്ദ്രത്തിലാണെങ്കിൽ പ്രൈം മിനിസ്റ്ററും 5 കൊല്ലം ഒന്നും അല്ല അദ്ദേഹത്തിന്റെ കാലാവധി. ഹി ഹോൾഡ്സ് ദ ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് പ്രസിഡന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, കൃത്യമായിട്ടുള്ള കാലാവധി വർക്ക്. ഇപ്പൊ ലോക്സഭ 5 വർഷം, അല്ലെങ്കിൽ രാജ്യസഭ കണ്ടിന്യൂയിങ് ബോഡി എന്ന് പറയുന്ന പോലെ ഇവിടെ വാലിഡിറ്റി അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അതുപോലെയാണ് 164, ചീഫ് മിനിസ്റ്റർ ആൻഡ് അതർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹോൾഡ്സ് ഓഫീസ് ഡ്യൂറിംഗ് പ്ലഷർ ഓഫ് ഗവർണർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, 3 ആർട്ടിക്കിൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. 310 ഓൾറെഡി ചോദിച്ചു, ബാക്കിയൊക്കെ ഇനിയും ചോദിക്കും. അപ്പം എനിക്ക് കുറച്ച് കട്ടിയാണ് ഞാൻ പറയുന്ന കാര്യങ്ങളെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ലെവലിൽ പഠിക്കാൻ കുറച്ച് കുട്ടികൾ മാത്രമേ റെഡി ആയിട്ടുള്ളൂ. ഡിഗ്രി ലെവലിൽ പഠിക്കണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് എക്സ്ട്രാ എഫേർട്ട് ഇടണമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഡിഗ്രി ലെവൽ വലിയ കോമ്പറ്റീഷൻ ഇല്ലാത്തത്, മനസ്സിലായല്ലോ? LDC ലെവലിലുള്ള കോമ്പറ്റീഷൻ പോലും ഡിഗ്രി ലെവലിൽ ഇല്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം എല്ലാവരും LDCക്കാണ് തയ്യാറെടുക്കുന്നത്. നമ്മുടെ കട്ട് ഓഫ് നല്ല കുത്തനെ കൂടുന്നു. ഡിഗ്രി ലെവലിൽ ഒരു ആത്മവിശ്വാസമുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഡിഗ്രി ലെവലിൽ തയ്യാറെടുക്കുള്ളൂ. അവിടെ കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് വരുന്ന ആൾക്കാരൊക്കെ റാങ്ക് അടിച്ചതുകൊണ്ട് പോവുകയും ചെയ്യും. എല്ലാവരും അല്ല, അത്യാവശ്യം വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പം എന്റെ പരിചയത്തിലാണെങ്കിലും ഡിഗ്രി ലെവൽ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അത്യാവശ്യം എല്ലാവർക്കും തന്നെ റാങ്ക് കിട്ടി പോവാറുണ്ട്. അതപ്പോൾ നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ് തന്നെ ടെസ്റ്റിമോണീസ് നോക്കിയാൽ മതി. അപ്പൊ ആത്മവിശ്വാസമാണ് നിങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ചാകരയാണ് വരാൻ പോകുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ ഒക്കെ വരാൻ പോവുകയാണ് ഡിഗ്രി ലെവലിൽ. അതുകൊണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക, സമയം കളയരുത്. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഫ്രീ ക്ലാസ്സസ് യൂട്യൂബിലും ടെലിഗ്രാമിലും ഉണ്ടായിരിക്കും. അഫോർഡബിൾ ബാച്ചസ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കമന്റ് സെക്ഷനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം കമന്റ് ചെയ്യണം. ഈ പറഞ്ഞ ഗവർണർ എന്ന് പറയുന്ന ആ ഒരു ഓഫീസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഗവർണർ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം ഏത് രാജ്യത്ത് നിന്നാണ് നമ്മൾ കടമെടുത്തത്? അത് കമന്റ് സെക്ഷനിൽ പറയാം. ഒരു ക്ലൂ വേണോ? അഡ്വൈസറി ജൂറിസ്ഡിക്ഷനും ഇതേ രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്. അപ്പം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയല്ലേ, പിന്നെ കൺഫ്യൂഷൻ ആയി. കുഴപ്പമില്ല, ഞാൻ കുറച്ചുകൂടി ഈസി ക്ലൂ തരാം. അതായത് ഈ ക്വാസി ഫെഡറൽ സ്ട്രക്ചർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരാണ് സംസ്ഥാന സർക്കാരിനേക്കാൾ പവർഫുൾ. ഇന്ത്യയിൽ ആ സിസ്റ്റം തന്നെയാണല്ലോ. ഈ സിസ്റ്റവും നമ്മൾ ഈ പറഞ്ഞ രാജ്യത്ത് തന്നെയാണ് കടമെടുത്തിട്ടുള്ളത്. അപ്പോൾ കമന്റ് സെക്ഷനിൽ പറയാം ഏതാണ് ആ രാജ്യം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് ഇന്ന് പഠിക്കാം കേട്ടോ. ബൈ.